നമസ്കാരം. നമ്മുടെ ഈ ഡീമോണിറ്റൈസേഷൻ നടന്നതിനെ പറ്റിയുള്ള ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ബ്ലാക്ക് മണിയെ പറ്റി പറഞ്ഞു, ഇപ്പം നമ്മൾ ഡിജിറ്റൽ എക്കണോമിയെ പറ്റി പറയാണ്. ശരിക്കും നമ്മൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡീമോണിറ്റൈസേഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് ബ്ലാക്ക് മണിയും കൗണ്ടർ ഫീറ്റ് നോട്ടും കള്ളനോട്ടും ഉണ്ടായിരുന്നതിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടി കൊണ്ടുവന്നത്. അപ്പം ഇത് തൽക്കാലം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള രോഗത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീമോണിറ്റൈസേഷൻ ചെയ്തത്. ഇപ്പം നിലവിലുള്ള ബ്ലാക്ക് മണിയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീമോണിറ്റൈസേഷൻ ചെയ്തത്. പക്ഷേ നമ്മൾ ക്യാഷ് എക്കണോമിയിൽ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലാക്ക് മണിയും കള്ളനോട്ടും എല്ലാം പിന്നെയും തിരിച്ചു വരും. അപ്പോൾ അത് ഇപ്പോൾ ഉള്ള രോഗം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിമോണിറ്റൈസേഷൻ ചെയ്തു. ഇനി ഇത് ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ എക്കണോമിയെ പറ്റി സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഡിജിറ്റൽ എക്കണോമി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്യാഷ്ലെസ് ആയിട്ടുള്ള പണം, ക്യാഷ് ട്രാൻസാക്ഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഒരു എക്കണോമിയെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്, മറിച്ച് ലെസ് ക്യാഷ് ആയിട്ടുള്ള ഒരു എക്കണോമിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ലെസ് ക്യാഷ് എന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ഒരു 80% ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. നമ്മൾ അതിനെ കുറച്ച് കൊണ്ടുവന്നിട്ട് അതിനൊരു മിനിമം 50% അതിനെ കുറച്ച് കൊണ്ടുവരിക. നമ്മുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്നുള്ളത് ഇന്ന് ഒരു വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ, അതിനെ ഉയർത്തിക്കൊണ്ടുവരണം. പക്ഷെ ഇത് ഇന്ന് നമ്മുടെ ഗ്രാമങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ഒരു പ്രധാന ആരോപണം. പക്ഷെ നമ്മുടെ ലോകത്തിന്റെ മുമ്പിൽ കെനിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഒരു ഉദാഹരണമുണ്ട്. അവിടെ അവർ എംപേസ എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ഉപയോഗിച്ച് അവരുടെ 50% ട്രാൻസാക്ഷൻ അവർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആക്കി മാറ്റുകയാണ് ഉണ്ടായത്. അപ്പം കെനിയ പോലത്തെ ഒരു സോഷ്യൽ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് കുറഞ്ഞിരിക്കുന്ന ഒരു രാജ്യത്ത് അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നമുക്ക് ഭാരതത്തിൽ അത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊന്നുമില്ല. ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു വിൽ പവർ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മാത്രമല്ല, നമ്മൾ ഇതിനെല്ലാം ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നമ്മൾ ഒരു പ്രായോഗികമായിട്ടൊരു സമയപരിധി വെച്ചിട്ട് ആ ഒരു സമയപരിധിക്കുള്ളിൽ നമ്മൾ ഇതിനെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം നമുക്ക് UPI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ബാങ്കുകളും ചേർന്ന് രൂപീകരിച്ച ഒരു കോർപ്പറേഷനാണ് ഈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ് UPI എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മൊബൈൽ വെച്ചിട്ട് ഒരു ഏത് ബാങ്കിൽ നിന്ന് ഏത് ബാങ്കിലോട്ട് വേണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നോളജി, ഒരു സ്മാർട്ട് ഫോണിന്റെ ആവശ്യമില്ല, ഒരുപാട് ടെക്നോളജി നോളജിന്റെ ആവശ്യമില്ല. ഒരു സാധാരണ നമ്മൾ ഒരു സാധാരണ ഫോൺ ഉപയോഗിക്കും, ഒരു ഫീച്ചർ ഫോൺ, നമ്മൾ സ്മാർട്ട് ഫോണിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. ഒരു ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്ന ആ ഒരു ഫീച്ചർ ഫോണിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ആ ഒരു ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്ന നമ്പർ ഡയൽ ചെയ്യാനുള്ള അറിവ് അത്രയും മാത്രം മതി ഈ ഒരു ട്രാൻസാക്ഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ UPI വർക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, *99# എന്ന് പറയുന്ന നമ്പർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കാണോ പൈസ അയക്കേണ്ടത് അയാളുടെ MPIN-ഉം അയാളുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ എത്ര എമൗണ്ട് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് കൊടുത്താൽ. ഇപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു നമ്പർ ഡയൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ, ഒരു കോംപ്ലക്സിറ്റി മാത്രമേ അതിനുള്ളൂ. നമ്മുടെ രാജ്യത്താണെങ്കിൽ 75% ആൾക്കാർ, 100 കോടിയോളം ആൾക്കാരുടെ കയ്യിൽ ഫോണുണ്ട്. ഫീച്ചർ ഫോണിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആ ഒരു ഫോണിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കുന്ന ഒരു കോംപ്ലക്സിറ്റി ഉള്ളൂ ഈ ഒരു പദ്ധതി ഈ ഒരു MPIN ഉപയോഗിച്ചിട്ട്, യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ് ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു ഫീച്ചർ ഫോൺ ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പം പുതിയ ഭീം എന്ന് പറയുന്ന ഭാരത് മണി ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു സ്കീം പ്രകാരം നമുക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ആള് ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരാൾ കടയിൽ പോയിട്ട് അയാളുടെ ആധാർ കാർഡിന്റെ സാധനം മേടിച്ചു കഴിഞ്ഞിട്ട് ആധാർ കാർഡിന്റെ നമ്പർ പറയുക, എന്നിട്ട് അയാളുടെ തമ്പ് ഇംപ്രഷൻ എടുക്കാവുന്ന ഒരു എക്യുപ്മെന്റ് ഈ കടക്കാരന്റെ കയ്യിലുണ്ടാവും. ആ തമ്പ് ഇംപ്രഷൻ അയാളുടെ വെരിഫിക്കേഷനായിട്ട് ഉപയോഗിക്കുക. ആ ഒരു ട്രാൻസാക്ഷൻ ഈ ആധാർ കാർഡിന്റെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ട്രാൻസാക്ഷൻ നടക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാൻ ഏത് സാധാരണക്കാരനായാലും, അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും ജസ്റ്റ് നമ്മൾ അവരെ ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. അതൊരു സമയബന്ധിതമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അപ്രായോഗികമല്ല. ഏത് വില്ലേജിലായാലും എത്ര റിമോട്ടായ സ്ഥലത്തായാലും നമുക്ക് ഇതിനെ ചെയ്യിക്കാൻ പറ്റും. പക്ഷെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കേണ്ടി വരും. ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കേണ്ടി വരും. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇത് ഫീസിബിൾ ആയിട്ടൊരു സൊല്യൂഷനാണ്.
വേറൊരു ആക്ഷേപം എന്ന് പറഞ്ഞത് ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ഈ പദ്ധതിയെല്ലാം വളരെ നല്ലതാണ്, പക്ഷെ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല എന്നുള്ളതാണ് വേറൊരു ആക്ഷേപം. പക്ഷെ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സുഷിരങ്ങളുള്ള ഒരുപാട് പോറസുള്ള ഒരു സമൂഹമാണ്. കള്ളൻ കപ്പൽ തന്നെ ഉള്ള വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പാകിസ്ഥാനിൽ അടിക്കുന്ന കള്ളനോട്ട് ഭാരതത്തിൽ കൊണ്ടുവരുന്നത് പാകിസ്ഥാനിലല്ല കൊണ്ടുവരുന്നത്, ഭാരതീയർ തന്നെയാണ് കൊണ്ടുവന്നത്. അതുപോലെ നമ്മളിവിടെ ഈ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞ നിയമം ഉണ്ടാക്കി മൊത്തം ആൾക്കാരിൽ ആകെ ഒരു 3% ആൾക്കാർ മാത്രമേ ഒരു ഔട്ട് ഓഫ് 30% ടാക്സ് അടയ്ക്കേണ്ട ആൾക്കാരിൽ 3% ആൾക്കാർ മാത്രമേ ടാക്സ് അടയ്ക്കുന്നുള്ളൂ. അപ്പൊ ഈ നിയമങ്ങളെല്ലാം ലംഘിക്കുന്നത് നമ്മുടെ ആൾക്കാരാണ്. നിയമം ഉണ്ടാക്കുന്നവരെക്കാളും കൂടുതൽ നിയമം ലംഘിക്കുന്ന ആൾക്കാരാണ്. കഴിവും അവർക്ക് റിസോഴ്സും എല്ലാം കൂടുതൽ അവർക്കാണ്. അപ്പം ഇതിൽ കുറച്ചെങ്കിലും കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഈ വിവരം ചോർന്നു പോവുകയും പിന്നെ ഇത് ചെയ്യുന്നതിന് യാതൊരു ഫലവും ഇല്ലാതാവുകയും മാറും. ഇപ്പം നമ്മുടെ ഈ റിസർവ് ബാങ്ക് തന്നെ ഈ ഒരു പദ്ധതി നവംബർ 8 ഡിക്ലെയറിന് ശേഷം 50ഓളം പ്രാവശ്യം അവർക്ക് നിയമം മാറ്റിയിട്ടുണ്ട്. നിയമം മാറ്റേണ്ടി വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ വെക്കുന്നു, കള്ളന്മാരെ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള വേറെ മാർഗ്ഗം അവർ കണ്ടെത്തുന്നു. അപ്പൊ അതിനെ ആ ഗ്യാപ്പ് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ നിയമം ഉണ്ടാക്കുന്നു. ഇപ്പം ഇത് നമ്മൾ എപ്പോഴും സംഭവിക്കുന്നതാണ്. നമ്മൾ എത്ര തന്നെ നിയമം ഉണ്ടാക്കിയാലും നിയമങ്ങളെ ഭേദിക്കുന്ന ആൾക്കാർക്കാണ് കഴിവും റിസോഴ്സും സമയവും എല്ലാം കൂടുതൽ. അതുകൊണ്ട് ഇവരെല്ലാം കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരേണ്ടി. മാത്രമല്ല നമ്മളിപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇത് കുറ്റം കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, അതേസമയം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് പാട്. ഇപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ മുമ്പ് എത്രയോ പ്രാവശ്യം ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യപ്പെട്ടതാണ്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് റെക്കമെൻഡ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ അവർ ഇലക്ഷനിൽ തോറ്റുപോകുമെന്ന് പറഞ്ഞിട്ട് അവരത് ഇംപ്ലിമെന്റ് ചെയ്തില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ധൈര്യം അവർ കാണിച്ചില്ല. ഈ കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലത്തും ഈ കള്ളനോട്ടെല്ലാം കണ്ടുപിടിച്ചത് പാകിസ്ഥാനിൽ ഈ കള്ളനോട്ട് പ്രിന്റ് ചെയ്യുന്നു കണ്ടുപിടിച്ചത് കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലത്താണ്. പക്ഷെ അവർ അതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാനുള്ള ധൈര്യം അവർ കാണിച്ചില്ല, അതിനുള്ള ഒരു വിൽ പവർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇത് ചെയ്യാൻ ധൈര്യം കാണിച്ചത് മോഡി മാത്രമാണ്. ഇത് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചത്. വേറൊരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാവപ്പെട്ട ആൾക്കാർ അധ്വാനിച്ചുണ്ടാക്കിയ പണം സർക്കാരിന് പിടിച്ചു വയ്ക്കാനും ക്യാൻസൽ ചെയ്യാനും എന്താ ആവശ്യം, അവർക്ക് അവരുടെ ബാങ്കിൽ കിടക്കുന്ന അവരുടെ പണം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് വേറൊരു ആരോപണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മുമ്പിൽ 2 മോഡലുണ്ട്. ഒന്ന് സിംഗപ്പൂരിന്റെ മോഡലുണ്ട്, ഒന്ന് വെനിസ്വേലയുടെ മോഡലുണ്ട്. സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന് അത്രമാത്രം വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യമാണ്. അവർക്ക് എണ്ണയോ ധാതുക്കളോ മറ്റു യാതൊരു നാച്ചുറൽ റിസോഴ്സ് അവർക്കുണ്ടായിരുന്നില്ല. അപ്പൊ ആ രാജ്യം 65-ൽ ആ രാജ്യം സ്വതന്ത്രമായ സമയത്ത് അവിടുത്തെ പ്രധാനമന്ത്രി ലീ ക്വൻ യു എന്ന് പറയുന്ന 30 വർഷം ആ രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രിയുണ്ട്, ലീ ക്വൻ യു. അപ്പൊ ലീ ക്വൻ യു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് പട്ടാളം വേണം, പക്ഷെ പട്ടാളത്തിന് പേ ചെയ്യാനുള്ള പണം നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് എല്ലാവരും 2 വർഷം കൃത്യമായിട്ട് 2 വർഷം നിർബന്ധിതമായിട്ട് പട്ടാള സേവനം ചെയ്യണം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റിൽ വരുന്ന അവരും ചോദിച്ചു, ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈയടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ലീ ക്വൻ യു വളരെ അയൺ ഫിസ്റ്റോടുകൂടി ഭരിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം പറഞ്ഞു ജനാധിപത്യം തന്നെയാണ്, പക്ഷെ അദ്ദേഹം വളരെ ശക്തനായ ഒരു ഭരണാധികാരി പറഞ്ഞില്ല, എല്ലാവരും ഇത് ചെയ്തേ പറ്റൂ. അതല്ല ഞാൻ പട്ടാളക്കാർക്ക് പണം പേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കാലത്തിനകം നമ്മുടെ രാജ്യം പട്ടിണി രാജ്യമായിട്ട് ദാരിദ്ര്യത്തിലോട്ട് ബാങ്ക്രപ്റ്റ് ആയി പോകുമെന്ന് പറഞ്ഞു. നമുക്ക് വേറെ അടുത്ത ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ വെനിസ്വേലയുടെ ഉദാഹരണമാണ്. 1990-ൽ ഏറ്റവും അധികം എണ്ണയുടെ സംഭരണം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു വെനിസ്വേല. പക്ഷെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഈ പറയുന്ന പോലെ ജനങ്ങളെല്ലാം ഒരുപാട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുകയും ഭയങ്കര ധാരാളിത്തമായ രീതിയിൽ ഭരിക്കുകയും ചെയ്തു. ഇന്ന് 2016-ൽ ഏഷ്യയിലെ ഏറ്റവും നല്ല ഡെവലപ്ഡ് ആയ രാജ്യങ്ങളിൽ ഒന്നാണ് സിംഗപ്പൂര്. വെനിസ്വേലയുടെ അവസാനിച്ച് അവിടെ 700% പണപ്പെരുപ്പം, അവിടെ പട്ടിണി, ഒരു 20% ആൾക്കാർ എച്ചിൽ നിന്നാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ കാലത്തായിട്ട് അവിടെ ഒരു ജയിലിൽ നടന്ന ഒരു ലഹളയിൽ ആൾക്കാർ ആഹാരമില്ലാത്ത കാരണം ആൾക്കാർ പരസ്പരം കൊന്നു തിന്നുന്ന അവസ്ഥ വരെ എത്തിയെന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ഏത് മോഡൽ വേണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നാളെ ശോഭനമായിട്ടൊരു ഭാവി വേണോ, അതോ ഇന്ന് വളരെ ധാരാളത്തിൽ തോന്നിയതുപോലെ ജീവിച്ചിട്ട് നാളെ ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥയിൽ എത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇത് തന്നെയാണ്. ഇപ്പൊ നമുക്കൊരു പരീക്ഷ പാസ്സാവണമെങ്കിൽ നമ്മൾ കളിക്കാൻ പോവാതെ, കൂട്ടുകാരെ കാണാതെ, സിനിമ കാണാതെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ ജയിക്കാം. അതല്ല പഠിക്കുന്നതും കളിക്കാൻ പോകുന്നതും സിനിമ കാണുന്നതിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് കളിച്ചു കിടന്നു കഴിഞ്ഞാൽ പരീക്ഷ തോറ്റുപോകും. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് കഷ്ടപ്പാട് സഹിച്ച് നാളെ ശ്രേഷ്ഠമായൊരു ഭാവി ഉണ്ടാക്കണോ, അതോ ഇന്ന് സുഖമായിട്ട് ജീവിച്ചിട്ട് നാളെ നമുക്ക് ദാരിദ്ര്യപൂർണ്ണമായിട്ടൊരു ഭാവി ഉണ്ടാക്കണോ, ഈ ചോയ്സ് എടുക്കേണ്ടത് നമ്മളാണ്. അപ്പൊ ആ ഒരു ചോയ്സ് നിങ്ങൾക്ക് ഞാൻ വിടുന്നു. നമസ്കാരം.